السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരിമാരെ, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ റമദാൻ പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ പ്രഭാഷണം സ്വർഗം വിശ്വാസിയുടെ അന്തിമ ലക്ഷ്യം എന്ന വിഷയത്തിൽ ബഹുമാന്യനായ നമ്മുടെ അതിഥി സയ്യിദ് റഹ്മാൻ ഫാറൂഖിയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇത് ശ്രവിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഭയപ്പാടുകളും അതേപോലെ തന്നെ ഇഷ്ടവും നമ്മിലുണ്ടാകും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ മറന്നുപോയിക്കൂടാ. എപ്പോഴാണോ നമ്മുടെ ലക്ഷ്യം മറന്നു പോകുന്നത്, ആ സമയം മുതൽ നമുക്ക് യഥാർത്ഥമായിട്ട് എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നതിൽ നിന്ന് നമ്മൾ വഴിതെറ്റി. അതായത് പരലോകം എന്ന് പറയുന്ന ലക്ഷ്യം നമ്മിൽ നിന്ന് മാറുന്ന ആ സമയം മുതൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവയൊക്കെ അതിന്റെ പരിപൂർണമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർദ്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മാപ്പിലേക്കും ആകാശവും ഭൂമിയും പോലുള്ള വിശാലത പോലുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ ഓടിപ്പോകുക. അപ്പൊ അള്ളാഹുവിന്റെ മഅഫിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. പാപം പൊരുത്തപ്പെട്ടു തരാൻ, നമ്മുടെ അമലുകൾ ശരിയാക്കി തരാൻ. അതോടൊപ്പം തന്നെ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കാൻ, വേഗം സ്വർഗത്തോപ്പുകളിലേക്ക് അല്ലെങ്കിൽ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. മറ്റൊരായത്തില് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കുള്ള സമ്മാനമായിട്ടാണ് സ്വർഗം സംവിധാനിച്ചത്. മസ്റുൽ ജന്നത്തിലെത്തി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിൻ. ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ, ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? അതിൽ ഒരിക്കലും മലിനമാകാത്ത വെള്ളവും അതുപോലെ തന്നെ നദികളും ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ശുദ്ധമായ ജലവും ശുദ്ധമായ വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. അത് അള്ളാഹുവിന്റെ വഇദൽ മുത്തഖൂൻ, അള്ളാഹു സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് സ്വർഗമെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. മറ്റൊരായത്തിൽ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുൻ. അവര് നന്മ ചെയ്തതിന്റെ ഫലമായി, സത്യവിശ്വാസികൾ നന്മ ചെയ്തതിന്റെ ഫലമായി അവർക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്താണ്? അവർക്ക് പ്രതിഫലമായിട്ട് അവരുടെ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന എന്തൊക്കെയോ അവർക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മറച്ചു വെച്ചിട്ടുണ്ട്. അത് ആരും അറിയുന്നുമില്ല. അപ്പൊ അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ള കുറെ വിഭവങ്ങളുടെ ആ ഒരു സ്ഥലമായിട്ടാണ് എന്തിനാ പരിചയപ്പെടുത്തി തരുന്നത്? സ്വർഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവന്റെ കർമ്മങ്ങൾ നന്നാക്കുമ്പോൾ, ജീവിതത്തിന്റെ ലക്ഷ്യം ഭംഗിയാക്കുന്ന സമയം മുതൽ അവൻക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തോപ്പുകളിലേക്ക് അവൻക്ക് സധൈര്യം പ്രവേശിക്കുവാൻ സാധ്യമാകും എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്കൂ, എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ആ ഒരു ഇമാജിനേഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്? അല്ലെങ്കിൽ സ്വർഗം അവൻക്ക് നൽകുന്നത് എന്തൊക്കെയാണ്? അതിന് മൂന്ന് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ദുനിയാവിന് ലക്ഷ്യം മറക്കാതിരിക്കുക എന്നത്. നമ്മൾ ഒരുപാട് തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സ്വർഗം ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട്, ആരാധനകൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആരാധന, നമസ്കാരമാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഏത് നന്മകളാണെങ്കിലും ആ ആരാധനയെ കൃത്യമാക്കി, അത് സമയത്തിൻ്റെതാണെങ്കിൽ സമയത്തിന് ചെയ്ത്, അത് ദിവസത്തിന് ചെയ്ത്,
അത് കൃത്യമായിട്ട് ആരാധനയെ സൂക്ഷ്മതയോട് കൂടിയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സ്വർഗം കരസ്ഥമാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തത് നമ്മുടെ സ്വഭാവ പെരുമാറ്റം ശരിയാക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവിനെ കുറിച്ച് പറയുന്നിടത്തിലെ നിങ്ങൾ രണ്ട് അവയവത്തെ കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം ഒന്ന് ഗുഹ്യാവയവമാണ്. അതേപോലെ തന്നെ നാവിനെ നിയന്ത്രിക്കുക, നാവിനെ നിയന്ത്രിച്ചാൽ സ്വർഗം തരാമെന്ന്. അതേപോലെ തന്നെ സ്വർഗത്തില് ബാബു റയ്യാൻ ഉണ്ട്. അതേപോലെ തന്നെ സ്വതക്ക ചെയ്യുന്ന ആളുകൾക്കുള്ള വാതിലുകൾ സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ട് സ്വതക്കയും നല്ല നോമ്പും ആരാധനയും നമ്മുടെ നാവിന നിയന്ത്രണവും സ്വഭാവത്തിന്റെ ക്രമീകരണവും ഒക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് എണ്ണാൻ പറ്റും. എന്നാൽ സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന 10 11 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സ്വർഗം നമുക്ക് അള്ളാഹു ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും നല്ല വിഭവമായിട്ട് എങ്ങനെയാണ് സംവിധാനിച്ചു വെച്ചത്? ഒന്നാമത് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെ കേന്ദ്രമാണ് എന്നതാണ്. നിർഭയത്വത്തിന്റെ കേന്ദ്രമായിട്ടാണ് ഖുർആൻ സ്വർഗത്തെ പരിചയപ്പെടുത്തി തരുന്നത്. നോക്കൂ, നിർഭയത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്യാൻ വേണ്ടി വീട് ഒരുപാട് തവണ ലോക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാർ ലോക്ക് ചെയ്യാറുണ്ട്. കാരണം ആ ലോക്ക് ചെയ്യുന്നത് നമ്മളെ ഒരു ഭയത്തിൽ നിന്ന് വരുന്ന ഒരു ലോക്കിംഗ് ആണ്. കാരണം നമ്മൾ വീട് ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വീട്ടിൽ ആരെങ്കിലും പ്രവേശിക്കുമോ, നമ്മുടെ കുറെ ഡോക്യുമെന്റ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ആഭരണോ സമ്പത്തോ ഒക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയാണ്. ആ പേടി കേവലം ഒരു ലോക്ക് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ആശ്വാസം നൽകുകയാണ്. ഈ ലോക്ക് കേടാണെങ്കിലോ, നമ്മൾ ലോക്ക് ചെയ്യാതെ പോകണമെന്ന് നമുക്കൊന്ന് ഉറപ്പുണ്ടെങ്കിലോ, നമുക്ക് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ഭയപ്പാട് നമ്മളെ പിടികൂടും. ഇതേപോലെ നമ്മുടെ കുടുംബക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അസുഖത്തിൽ നിന്നോ നമ്മളിപ്പോ നാട് നേരിട്ട് കൊണ്ടിരുന്ന കുറെ ഭയത്തിൽ നിന്ന് നമ്മൾ പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ പരലോകത്തെത്തി കഴിഞ്ഞാൽ ഈ ഭയം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. നിർഭയത്വത്തോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് സുഖസ്വസ്ഥതയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ദുനിയാവിൽ നമ്മൾ ദൈവിക സ്മരണ നിലനിർത്തുന്നതിന് ഫലമായിട്ടാണ് പരലോകത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്വർഗം ലഭിക്കുന്നത്. അവിടെ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളോട് പറയുന്നത് ഉദ്ഖുലൂഹ, നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എങ്ങനെ പ്രവേശിച്ചു കൊള്ളുക? ബിസലാമിൻ ആമിനീൻ. നോക്ക്, നിങ്ങൾ ഏറ്റവും ശാന്തമായി നിർഭയരായിക്കൊണ്ടും അതേപോലെ തന്നെ ശാന്തിയോട് കൂടിയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് സ്വർഗക്കാരോട് പറയുന്നു. മറ്റൊരായത്തിൽ പറയുന്നത് യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ. സുരക്ഷിത ബോധത്തോട് കൂടിയിട്ട് എല്ലാവിധ പഴവർഗ്ഗങ്ങളും അവർക്ക് അവിടെ വെച്ച് ആവശ്യപ്പെടുന്നതാണ്. അവിടെ വെച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കൂ, അവർ സുരക്ഷിത ബോധം, അവർക്ക് ഒരു പേടിയുമില്ലാതെ ഒരു ഭയപ്പാടും ഇല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വിഭവങ്ങളും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ സ്വർഗത്തിൽ ഉണ്ടാകുന്നു. അതായത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ഭയപ്പാടില്ല, സുരക്ഷിതരായിട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ചോദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് പേടിയുണ്ടാവും. ചിലപ്പോൾ ഭരണത്തിന്റെ പേടി ഉണ്ടാവും, ചില വ്യക്തികളുടെ പേടി ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. ചില ആവശ്യങ്ങൾ പറയാൻ തന്നെ നമുക്ക് പേടിയുണ്ടാവും. കാരണം നമ്മൾ മൂത്താപ്പന്റെയോ എളാപ്പന്റെയോ ഒക്കെ ചെലവിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാ പറയാ, അല്ലെ? അത് നമുക്കൊരു പേടിയാണ്. ആ ആവശ്യങ്ങൾ പറയാൻ നമ്മൾ സുരക്ഷിതരല്ലാതെ ഒരു ബോധമുണ്ട്. എന്നാൽ പരലോകത്തെത്തിയാൽ നമുക്ക് എന്തും പറയാം മീൻസ് നമ്മുടെ ആവശ്യങ്ങൾ ആരെയും പേടിക്കാതെ ഒരു മടിയും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റും എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് കാണാൻ പറ്റും. മറ്റൊന്ന് കാണാൻ പറ്റും ഖുർആനിൽ മറ്റൊരായത്ത്, ലഹും ദാറുസ്സലാം. അവർക്ക് എന്തുണ്ട്? അവർക്ക് നിർഭയത്വത്തിന്റെ, അതായത് സമാധാനത്തിന്റെ ഭവനം അവിടെയുണ്ട്. ഇന്ദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കലുണ്ടെന്ന്. വഹും വലിയും ബിമാ കാനൂ യഅ്മലൂൻ. അവരുടെ രക്ഷാധികാരിയായിരിക്കും. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അത്രേ അവർക്ക് ഇത്തരത്തിലുള്ള ഭവനം അള്ളാഹ് നൽകുന്നത്. സമാധാനത്തിന്റെ ഭവനം, സമാധാനം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അവിടെ സമാധാനം, സ്വർഗത്തിൽ എങ്ങനെ നോക്കിയാലും സമാധാനത്തിന്റെ അന്തരീക്ഷമായിട്ട് സമാധാനത്തോടു കൂടി നിർഭയത്വത്തോടു കൂടിയിട്ട് നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന്. നമ്മൾ ദുനിയാവിന്റെ ഭയപ്പാടുകളും ഈ ഈ എന്താ പറയുക ചുരുങ്ങി ഒരു ഒതുങ്ങി ജീവിക്കുന്ന ജീവിതമൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ജീവിതമായിരിക്കും, അല്ലെ? ഒരു ടെൻഷനും ഇല്ലാതെ, അങ്ങനെ പറയാം, ടെൻഷൻ ഇല്ലാതെ, മൂഡ് ഔട്ട് ഇല്ലാതെ, അല്ലെ? നമുക്ക് ഇങ്ങനെ അല്ലേ ഒരു അല്ലെ, ഇന്നിപ്പോ ഒരു മൂഡ് ഓഫ് ആണെന്നൊക്കെ പറയും. മൂഡ് ഓഫ് എന്ന് പറയുന്ന സംഗതി ഒന്നും ഇല്ലാതെ, മൂഡ് സിംഗ് എന്ന് പറയുന്ന സംഗതി ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തത്, വിമർശനങ്ങളും അനാവശ്യമായിട്ടുള്ള വാക്കുകളും സ്വർഗത്തിൽ കേൾക്കൂല. ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. വിമർശനങ്ങളില്ലാത്ത, കുറ്റപ്പെടുത്തലുകളില്ലാത്ത, അല്ലെ? ആരും അനാവശ്യമായിട്ടുള്ള വാക്കുകളൊന്നും പറയാത്ത ഒരു ലോകമാണ് ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ
ആ ഒരു ആഗ്രഹ സഫലീകരണമാണ് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ലാ യസ്മഊന ഫീഹാ ലഅബൻ ഇല്ലാ സലാം വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റത്തൻ വഅശിയ്യ. സലാം അല്ലാതെ നിരർത്ഥകമായിട്ടുള്ള വേണ്ടാത്ത യാതൊന്നും അവരവിടെ കേൾക്കുകയില്ല. മോശപ്പെട്ട ഒരു വാക്കും എന്ത് ചെയ്യില്ല, അവരവിടെ കേൾക്കുകയില്ല. തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരം അവർക്കിടയിൽ ലഭിക്കുന്നതാണ്. അപ്പോ സലാം എന്ന് പറയുന്ന വാക്ക് മാത്രം, സമാധാനം എന്ന് പറയുന്ന സുരക്ഷിതമായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവരവിടെ കേൾക്കുന്നത്. ലാ യസ്മഊന ഫീഹാ ലഅബൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഖുർആൻ പറഞ്ഞു വെക്കുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു വാക്കോ കുറ്റപ്പെടുത്തലുകൾ കേൾക്കില്ല. ഇവിടെ നമ്മൾ ചെയ്തതിനും ചിലപ്പോൾ കുറ്റപ്പെടുത്തലുണ്ടാവും, ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തലുണ്ടാവും. നമുക്ക് ആരുടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ വേഗം മറ്റുള്ളവന്റെ തലയിലിട്ടിട്ട് ചിലപ്പോൾ രക്ഷപ്പെടും അല്ലെ. അവനാ ചെയ്തത്, അവളാ ചെയ്തത്. അവള് ഒരു ദുർബലയാണെങ്കിൽ, അവൻ ഒരു ദുർബലനാണെങ്കിൽ അവന്റെ മുകളിലേക്ക് ഇട്ട് നമ്മൾ വേഗം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ കാര്യം അല്ലെ, ആ ഒരു അവസ്ഥ ആൾക്കാരുടെ അപമാനിക്കുന്ന ഒരവസ്ഥ. ഇന്നത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതേപോലത്തെ കളിയാക്കലുകൾ കൊണ്ടാണ്. അറിയണ്ട, ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എന്റെ പേരിൽ ആക്ഷേപം. കാസർഗോഡ് ഒരു സ്ത്രീ, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെടുന്നത് സ്വർണ്ണാഭരണവും മോഷ്ടിച്ചു എന്ന് പറയുന്ന കളവ്. ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനൊക്കെ കംപ്ലൈന്റ് ചെയ്തു പോലും ആളുകൾ നിരന്തരം അപമാനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യാം. അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, മനസ്സ് തകർന്നു പോകുന്ന ഒന്നാണ്. ആളുകൾക്ക് അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും. എന്നാൽ സ്വർഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ സമാധാനം എന്ന വാക്കുകൾ മാത്രമേ കേൾക്കുള്ളൂ. അവിടെ നിരന്തരമായിട്ടുള്ള കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കില്ല. കാരണം എന്താ? കാരണം ഈ ദുനിയാവിൽ അങ്ങനെ പറഞ്ഞ ആളുകൾ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ എന്താ ആഗ്രഹിക്കുന്നത്? എന്താ നല്ല സുഖമായിരിക്കില്ലേ, സ്വർഗത്തിൽ അങ്ങനെയൊക്കെ കിട്ടും ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മളിവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകില്ലല്ലോ. ഇവിടെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും വേണ്ടാത്ത പറയുകയും ചെയ്യുന്ന ആൾക്ക് സ്വർഗത്തിലേക്ക് എൻട്രി ഇല്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ആളുകളെ അറച്ചു തിന്നുകയും ചെയ്യുന്ന ആളാണ് എങ്കിൽ, സംസാര മര്യാദ ഇല്ലാത്ത ആളാണ് എങ്കിൽ സ്വർഗത്തിൽ കയറ്റൂല. കാരണം ഇയാൾ സ്വർഗത്തിൽ കയറ്റിയാൽ പിന്നെ അവിടെ സമാധാനത്തിന്റെ വാക്കുണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം? ആ ഒരു ആയത്ത് നമ്മളെ കുറിച്ച് വിചാരം ചെയ്യുകയും വേണം. ലാ യസ്മഊന ഫീഹാ ലഅബൻ വലാ കിദ്ദാബ. നോക്കൂ, അവിടെ അനാവശ്യമായിട്ടുള്ള വാക്ക്, ഒരു വ്യാജ വാർത്തയും ഉണ്ടാവില്ല. കളവ് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. തമാശക്ക് കളവ് പറയാല്ലേ. ഇവിടെ തന്നെ ഒരു രസത്തിന്, ഒരു പൊലിവിനൊക്കെ ആളുകൾക്ക് ഇതിൽ കളവ് പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ പരലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനെയും കാണാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കളവ് പറയുന്ന, അല്ലെ, വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് കളവ് പറഞ്ഞ് അങ്ങനെ രസത്തിനും സുഖത്തിനും കളവും വേണ്ടാത്തെന്ന് പറയുന്ന ഒരു മനുഷ്യനും സ്വർഗത്തിലുണ്ടാകും. അപ്പൊ തന്നെ സ്വർഗമായി. ശരിക്കും അങ്ങനെ ഒരു ലോകം, ഈ ഈ ഈ ഒരു അവസ്ഥ ദുനിയാവിനുണ്ടെങ്കിൽ ശരിക്കും സ്വർഗം ഇവിടെ ദുനിയാവിനാവില്ലേ? അത് നമ്മൾ ഓരോരുത്തരും നന്നായാൽ തന്നെ അത് ഏകദേശം ഒക്കെ ആവുകയൊക്കെ ചെയ്യും. നമ്മൾ ചുറ്റുപാട് നന്നാക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിലും നമ്മുടെ സംഘടനയിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു സർക്കിളെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആ സർക്കിൾ, അല്ലെ, ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഭംഗിയുള്ള സ്വർഗതുല്യമായിട്ടുള്ള കൂട്ടായ്മ മാറ്റി ഒന്നാണ്. മൂന്നാമത്തത് പരസ്പരമുള്ള ശത്രുതയുണ്ടാവില്ല. അപ്പൊ ഇവിടെ തന്നെ നോക്ക് നിങ്ങൾ, നമുക്ക് ഭയങ്കര ദേഷ്യം, ഈഗോ ആയിരിക്കും, ശത്രുതയായി, അവനെ കുറിച്ച് മറ്റൊരാളെ അടികൂടുന്നത് കണ്ടില്ല. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പരസ്പരമാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ കക്ഷിയെ, അപ്പൊ എന്റെ മറ്റു സുഹൃത്തുക്കൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും ഞാൻ ചെയ്യുക. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടെന്താ, ഞാൻ പറയുന്ന ആൾ പറയണേ അങ്ങനെയൊന്നുമില്ല, അവര് അങ്ങനെയൊന്നുമില്ല, അവർ നമുക്ക് ഒരു കൂട്ടം ശത്രുവായി, ഈ ആളും ശത്രുവായി, ഇയോന്റെ ആളാണല്ലേ, ഈ ഓളാണല്ലേ, എനിക്ക് പണ്ടേ അറിയാം, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ്. അതായത് മാക്സിമം നമ്മൾ പറയുന്ന ഒരു ആശയത്തിലേക്കോ നമ്മൾ പറയുന്ന ഒരു അഭിപ്രായങ്ങളിലേക്കോ ആളുകൾ വരാതിരിക്കും വെറുപ്പും അറുപ്പുമായിട്ട് മാറുന്ന വല്ലാത്തൊരു വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമയായിട്ട് പല ആളുകളും മാറുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല, ശത്രുത ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അസുഖമാണ് അഹങ്കാരവും അസൂയ. ഈ അസൂയവും അഹങ്കാരവും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലേ, അഹങ്കാരമുള്ള മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ അഹങ്കാരം അസൂയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്റെ ജീവിതത്തിൽ ആരോടും അസൂയ ഉണ്ടാക്കാൻ പാടില്ല. ആരോടെങ്കിലും അസൂയ ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിൽ വരേണ്ട ചിന്ത,
അവൻ വ്യത്യസ്തനാണ്. അള്ളാഹു ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവനക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹം വ്യത്യസ്തമാണ്, എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം വ്യത്യസ്തമാണ്. ഞാനും അവനും ഒരുപാട് സിമിലാരിറ്റി ഉണ്ടാവും, ഒരുപാട് ഡിഫറൻസും ഉണ്ടാവും. ആ ചിന്തയിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റും. അപ്പൊ പരലോകത്ത് എത്തിയാൽ അത്തരം ആളുകൾ ഉണ്ടാവുക, മുനാഫിക്കായിട്ടുള്ള ആളുകൾ, മുനാഫിക് ലക്ഷണങ്ങളായിട്ട് പറഞ്ഞുകൊടുത്ത് അല്ലെ, വിശ്വസിച്ചാൽ വഞ്ചിക്കുകയും കളവ് പറയുകയും, ഇങ്ങനെ മുനാഫിക്കിന്റെ അടയാളങ്ങളൊന്നും ഒരു മനുഷ്യൻ എന്ത് ചെയ്യൂല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. സ്വർഗം വളരെ സുന്ദരമായിട്ടുള്ള രസകരമായിട്ടുള്ളതായിരിക്കും. ആരോട് ശത്രുതയില്ലാതെ എല്ലാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഹൃദയമുള്ള വല്ലാത്തൊരു സ്പേസ് ആണ് ശരിക്കും സ്വർഗം എന്ന് പറയുന്നത്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഇല്ലിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ ഖുർആൻ പറയുന്നു. 15-ാമത്തെ 47-ാമത്തെ ആയത്തിൽ അവരുടെ നെഞ്ചിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വല്ല വിദ്വേഷവും ഒളിപ്പിച്ചു കൊടുക്കുന്ന ഉള്ളതിനെ നാം എന്ത് ചെയ്യും, നീക്കം ചെയ്യുന്നതാണ്. വല്ല വിദ്വേഷവും വെറുപ്പൊക്കെ ഉള്ള സംഗതിനെ ആ സുദൂർ നീക്കിയിട്ട് എന്ത് ചെയ്യും, മുറിച്ചിട്ട് എന്ത് ചെയ്യും, ആനുകാലികമായിട്ട് പറയും, ആ ഒരു വിദ്വേഷം വെറുപ്പൊക്കെ കൊണ്ട് മാറ്റിയിട്ട് അതൊക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ ആ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന മനുഷ്യരായിരിക്കും എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. 4-മത്തത് ആദരിക്കപ്പെടുന്ന ആളുകളായിരിക്കും. നമ്മൾ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിരിക്കും. നോക്കൂ, വഹും മുക്രമൂൻ ഫി ജന്നാത്തിൻ നഈം, അവര് ആദരിക്കപ്പെടുന്നവരായിരിക്കും. സൗഭാഗ്യത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ അവർ ആദരിക്കപ്പെടുന്നവരായിരിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഉലൈക ഫി ജന്നാത്തിൻ മുക്രമൂൻ, അത്തരക്കാർ നന്മ ചെയ്യുന്ന ആളുകൾ സ്വർഗ്ഗത്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവരാണ്. റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ, അള്ളാഹ് റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളല്ല VIP പൊസിഷൻ, നമ്മളല്ല ചില കളി കാണാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ VIP-യും VVIP-യും ഒക്കെ ആയിട്ടുള്ള കുറെ സീറ്റുകൾ ഉണ്ടാവും. അത് റെസ്പെക്ട് ആണ് അല്ലെ. ഇന്ന ആളുകൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിട്ടാണ് എന്ത് ചെയ്യുക, ആ ആളുകൾ എന്ത് ചെയ്യുക, പരിഗണിക്കുക. ഇതേപോലെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ VIP സീറ്റാണ് ശരിക്കും സ്വർഗത്തിലേക്കുണ്ട്. കാരണം ജന്നാത്തുൽ ഫിർദൗസ് ഓരോ കാറ്റഗറി ഒക്കെ ഉണ്ട്. എന്നാലും സ്വർഗത്തിലേക്ക് പോകുന്ന എല്ലാവരും അള്ളാഹ് റെസ്പെക്ട് ചെയ്ത ആളുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തിയിരുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള അല്ലെ ഒരു അനുഭൂതിയാണ്. ഖുർആൻ അത് വേറെ സ്ഥലത്ത് ദുനിയാവെ നമ്മൾ റെസ്പെക്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. വലഖദ് കറംനാ ബനീ ആദം وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. അള്ള 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യനെ അള്ള റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ശരിക്കും ഇത് ഭയങ്കര ആയത്താട്ടോ. നമുക്ക് പോലും ഒരു മനുഷ്യനെയും റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചില ജീവജാലങ്ങളെ പോലും അള്ളാഹ് മനുഷ്യനെ റെസ്പെക്ട് ചെയ്തതുപോലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയൂല. 100% ഉറപ്പാണ്. അള്ള പറഞ്ഞു, നോക്കും, നിങ്ങൾ ആദം സന്തതികളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ആദം സന്തതികൾ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ അല്ലെ കുടുംബങ്ങളിൽ പോലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ മക്കളായിട്ടൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന റൂട്ടിലല്ല ഒരാൾ വരുന്നത് എങ്കിൽ നമുക്ക് പിന്നെ ആളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആളെ കുറ്റവും കുറവും കാണും. ഇവിടെ ആദം സന്തതികൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അള്ളാനെ അനുസരിക്കുന്ന ആളുകളുണ്ട്, ധിക്കരിക്കുന്ന ആളുകളുണ്ട്, ദൈവനിഷേധികളുണ്ട്, ദൈവവിശ്വാസത്തിൽ ഊന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു മുശ്രിക്കുകളായിട്ടുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും ആദം സന്തതികളാണ്. ആദം സന്തതികളെ മൊത്തം വലഖദ് കറംനാ ബനീ, അത്രയും വിശാലമായിട്ടുള്ള പടച്ചവൻ. ആ വിശാലത എന്നെയാണ് സ്വർഗത്തിലും പഠിപ്പിച്ചത്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മനുഷ്യരെയും അള്ളാഹ് ആദരിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ആദരവ് കിട്ടിയിട്ടുള്ള മനുഷ്യരായിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാന്ന്. അതിൽ പിന്നെ വിഷയമല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള വർസകനാമിനെ തൊയ്യബാദി ഫദൽ ആ ഭാഗം ഞാൻ പറയുന്നില്ല. അവിടെ അള്ളാഹ് റെസ്പെക്ട് ചെയ്തതിന്റെ വളരെ സുന്ദരമായിട്ടുള്ള പാഠമാണ് ആ ആയത്തിലൂടെ പഠിപ്പിച്ചത്. അപ്പം സ്വർഗത്തിൽ നമ്മൾ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിരിക്കും. നമ്മൾ VIP ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് പോകുന്നത്. അവിടെ ആരും നമ്മൾ ചോദിക്കൂല. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലത്തേക്കൊക്കെ കയറുമ്പോൾ നമുക്കൊരു ലജ്ജൊക്കെ ഉണ്ടാവും അല്ലെ, എന്താ ആരാ പറയാ അല്ലെ, ഒരു ചോദിച്ചാൽ എന്താ പറയാന്നൊക്കെ ചിലപ്പോൾ. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. ഇവിടെ അള്ളാന്റെ ക്ഷണിതാവാണ് നമ്മൾ. അള്ളാന്റെ ക്ഷണിതാവായിട്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഭയപ്പെടാതെ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ അതിൽ കിട്ടും. അടുത്തതായിട്ട് 5-മത്തെ കാര്യം, ക്ഷീണവും ദുഃഖവും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ ഒരേ ജോലി ചെയ്താൽ നിരന്തരം ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും അല്ലെ. ആരെങ്കിലൊക്കെ മരണപ്പെട്ടു പോയ വാർത്ത കേട്ടിട്ടോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ രോഗം വന്നിട്ടോ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടോ, സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ മനസ്സിങ്ങനെ സങ്കടപ്പെട്ട് ഒരു സങ്കട ഫീലില് ഡിപ്രഷൻ ആയിട്ട് പോകുന്ന കുറെ ആളുകളെ കാണാൻ പറ്റും. എന്നാൽ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്ഷീണം ഉണ്ടാവില്ല. ഒരേ ജോലി തന്നെ ചെയ്താലും മടുപ്പുണ്ടാവില്ല. ക്ഷീണമില്ലാതെ ഇങ്ങനെ പോകുന്ന അവർ വിശ്വസിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ. ആരാണോ വിശ്വസിക്കുന്നത്, ആര് വിശ്വസിക്കുകയും അവരുടെ നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ അവർക്ക് തന്നെയാകുന്നു ഭയപ്പെടാനില്ല, അവർക്കൊന്നും യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പൊ ദുഃഖിക്കേണ്ടി വരികയില്ല, ഭയപ്പെടാതെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ലാ യമസ്സുഹും ഫീഹാ നസ്ബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ.
അവിടെ വെച്ച് യാതൊരു ക്ഷീണം, സ്വർഗത്തിൽ വെച്ച് യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുന്നതല്ല. അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നതുമല്ല. മറ്റൊരു ആയത്തിൽ കാണാൻ പറ്റും, അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫളിഹി ലാ യമസ്സുനാ ഫീഹാ നസ്ബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഊബ്. തന്റെ അനുഗ്രഹത്താൽ സ്ഥിരവാസത്തിനുള്ള ഈ ഭവനത്തിൽ ഞങ്ങളെ കുടിയിരിക്കുന്നവരാകുന്നു അവൻ. എന്നിട്ട് പറയാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഞങ്ങളെ ബാധിക്കുകയില്ല, യാതൊരു ക്ഷീണവും അവിടെ ഞങ്ങളെ സ്പർശിക്കുന്നതേ ഇല്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഒരു ക്ഷീണവും ഇല്ലാതെ, ഒരു ദുഃഖവും ഇല്ലാത്ത, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് സ്വർഗത്തിൽ ഉണ്ടാവുക. അള്ളാഹു സ്വർഗത്തിൽ അതാണ് നമുക്ക് ഒരുക്കി വെച്ചത്. ആറാമത്തെ കാര്യം, അവിടെ രോഗമോ മരണമോ ഇല്ല എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ തന്നെ നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് ഭയപ്പാടുകളാണ്. കാലത്തിന്റെ അല്ലെ ഓരോ രോഗങ്ങൾ കേൾക്കുന്ന സമയത്ത്, പുതിയ പുതിയ രോഗങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയും ഭയപ്പാടുമാണ്. എന്നാൽ പരലോകത്തെത്തുന്ന സമയത്ത്, സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെ രോഗം നമ്മെ ബാധിക്കുകയില്ല. അതേപോലെ തന്നെ പ്രയാസമുള്ള അല്ലെ ഒരു മരണത്തോടു കൂടി എല്ലാം അവസാനിച്ച് നമ്മൾ ദുനിയാവിൽ പറയണം. പക്ഷെ പരലോകത്തെത്തി കഴിഞ്ഞാൽ മരണമില്ലാത്തൊരു ലോകമാണ്. അതേപോലെ തന്നെ രോഗമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് അള്ളാഹു നമുക്ക് സംവിധാനിച്ചു വെച്ചത്. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതൽ ഊല വഖാഹും അദാബുൽ ജഹീം. ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കിടയിൽ അനുഭവിക്കുകയില്ല. അതായത് ദുനിയാവിലെ മരണമുണ്ട്, ആ മരണമല്ലാത്തൊരു മരണം ഇനി പരലോകത്തെത്തുന്നു. അത് നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങനെ അല്ലെ, അങ്ങനത്തെ എന്താ പറയാ, ഒരു ഒറ്റ മരണമുള്ളൂ. ആ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരവസ്ഥ, അത് സ്വർഗത്തിലേക്ക് എത്തിയാൽ പിന്നെ അവൻക്ക് വളരെ സുഖലോലിതരായിട്ട്, അവൻക്ക് ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യനായിട്ട് അവൻക്ക് മാറുന്നു. ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. അവരോട് പറയപ്പെടും, സമാധാനപൂർവ്വം നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക, വാസത്തിനുള്ള ദിവസമാകുന്നു ഇത്. നീ നിരന്തരമായിട്ട് ഇവിടെ തന്നെയാണ് അല്ലെ, സുഖസുന്ദരമായിട്ട് നിങ്ങൾ കഴിച്ചുകൂടുക എന്ന് പറയുന്നു. ഏഴാമത്തെ ഗുണമായിട്ട് പറഞ്ഞിട്ടുള്ളത് വിരസത അനുഭവപ്പെടില്ല. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിരസത അനുഭവപ്പെടില്ല അല്ലെ. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ബോറടിക്കൂല, മടുപ്പും ചടപ്പും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പുണ്ടാവും, ഒരേ ഭക്ഷണം കഴിച്ചാൽ മടുപ്പുണ്ടാവും, അതേപോലെ തന്നെ ഒരേ ജോലി ഇങ്ങനെ നിരന്തരം അല്ലെ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പുണ്ടാവും, ഒരേ കാര്യങ്ങൾ ആവർത്തി ചെയ്യുമ്പോൾ മടുപ്പുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മടുപ്പുണ്ടാവുകയില്ല എന്നുള്ളത്. നമുക്കൊരു ബോറടി ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണെങ്കിലും നിരന്തരം അതിങ്ങനെ പുതിയതായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് അത് വല്ലാത്തൊരു നിഅമത്താണ്. അത് നമ്മൾ ദുനിയാവിലും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചില വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ തീർന്നു പോകല്ലേ എന്നുള്ളൊരു വല്ലാത്തൊരു ഇതുണ്ടാവും, അല്ലെങ്കിൽ മടുപ്പ് വരരുതേ എന്നുള്ള വല്ലാത്തൊരു ഇതുണ്ടാവും. എന്നാൽ പരലോകത്തെത്തി കഴിഞ്ഞാൽ ഉണ്ടാകും, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിലും, നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യുന്ന ഏതിലെ കാര്യങ്ങളാണെങ്കിലും പോലും അന്നൊരു മടുപ്പാണ്. ഖാലിദിന ഫീഹാ ലാ യബ്ഊന അൻഹാ ഹിവല. അവരതിൽ നിത്യവാസികളായിരിക്കും, അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയേയില്ല അല്ലെ. ആ സ്വർഗത്തിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. അത് നിരന്തരം കാണുന്ന സ്ഥലമാണെങ്കിലും കാണുന്ന ആളുകളാണെങ്കിലും അവരതിൽ നിന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കാതെ അത്രമേൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന മനുഷ്യരായിട്ട് എന്ത് ചെയ്യും, ആ സ്വർഗത്തിൽ ഇങ്ങനെ കളിച്ച് ചിരിച്ച് രസിച്ച് നടക്കുന്ന മനുഷ്യരായിരിക്കും എന്നുള്ളതാണ്. എട്ടാമത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ജോലിയിൽ അവർ സന്തോഷം കണ്ടെത്തുന്ന, അവർ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അവർക്ക് അതിൽ ഭയങ്കര ഹാപ്പി ഫീൽ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇന്ന അസ്ഹാബൽ ജന്നതി യൗമ ഫീ ശുഅലിൻ ഫാകിഹൂൻ. തീർച്ചയായിട്ടും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖം അനുഭവിക്കുന്ന ആളുകളാണ്. ഓരോ ജോലികൾ ഇങ്ങനെ നിരന്തരം ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട്, ജോലി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെയ്യുന്ന ജോലികളല്ല, എന്തിനാണോ ചെയ്യുന്നത് അതിങ്ങനെ ആസ്വദിച്ച് ചെയ്ത് മതിമറന്നിങ്ങനെ അതിലിങ്ങനെ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യരായിട്ട് കാണാൻ പറ്റും. അടുത്തത് ഒമ്പതാമത്തെ കാര്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുക. യഥേഷ്ടം നമുക്ക് ഭക്ഷണവും അതേപോലെ തന്നെ പാനീയങ്ങളും സുലഭമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. സാധാരണ മദർസയിൽ ചെറിയ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുമ്പിലേക്ക് വരാം. ഇപ്പൊ ഒരു ആപ്പിൾ വിചാരിക്കുകയാണെങ്കിൽ ആ ആപ്പിൾ നമ്മളെ മുമ്പിലേക്ക് വരും അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ടാബോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ, ചെറിയൊരു സൈക്കിളോ അല്ലെങ്കിൽ ബൈക്കോ എന്താണ് വിചാരിക്കുന്നത്, ആ വിചാരിക്കുന്ന സംഗതി നമ്മുടെ ഇമാജിനേഷനിൽ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വല്ലാത്തൊരു ലോകം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആ ഒരു ചുറ്റുപാടുകൾ മാറുകയും ചെയ്യുന്ന അത്രയും ഭംഗി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭക്ഷണ വിഭവങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ തിന്നോളി കുടിച്ചോളി എന്നൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അമദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ എന്ന് പറയുന്നത് അവര് കൊതിക്കുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും മാംസങ്ങളും നാം അധികമായിട്ട് നൽകുന്നതാണ്. യതനാസഊന ഫീഹാ കഅസൻ
ഫീഹ വലാ തഅ്സീമ. അവിടെ അവർ പാനപാത്രങ്ങൾ അന്യോന്യം കൈമാറിക്കൊണ്ട് അവിടെ അനാവശ്യമായ വാക്കോ അധാർമികമായിട്ടുള്ള വാക്കുകളോ അവർ കേൾക്കുകയും കുലു അഷ്റബു ഹനിയം ബിമാ കുന്തും തഅലമൂൻ, അവരോട് പറയപ്പെടും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ സുഖമായിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. കുലു അഷ്റബു ഹനിയം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിവസങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾ ആനന്ദത്തോടു കൂടി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അങ്ങനെ കുറെ ആയത്തുകളാണ്. ഫാക്കിഹത്തിൻ വഅബാലിക വകഅസിൻ മിൻ ബഹീൻ ലാ യുസദ്ദഖൂന അൻഹാ വലാ യുൻസിഫൂൻ. സൂറത്തുൽ ഫാക്കിഹയിലെ സൂറത്തുൽ വാഖിയയിലെ ആയത്തുകൾ. അവർക്ക് എന്താണ്, പൂജകൾ നിറഞ്ഞു നിൽക്കുന്ന ഉറവുജലമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പക്ഷി അങ്ങനെ കുറെ ഭക്ഷണ പദാർത്ഥങ്ങളെ വിഭവങ്ങളുടെ പേരെണ്ണിയിട്ട് പറയുന്നുണ്ട്. വൈനബം വഖലബം വസൈത്തൂന വനഖലൻ, അങ്ങനെ കുറെ ആയത്തുകൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലൂ ഹാദാ അല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ വഉതൂ ബിഹി മുതശാബിഹൻ വലഹും ഫീഹാ അസ്വാജുൻ മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. സൂറത്തുൽ ബഖറയിൽ പറയുന്നത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും. അടിഭാഗത്തൂടെ നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ട്. അതിൽ നിന്ന് അവര് യാതൊരു ഫലവും ആഹാരമായിട്ട് ഏതെങ്കിലും ഫലം ആഹാരമായിട്ട് നൽകപ്പെടുമ്പോഴൊക്കെ അവർ പറയുന്ന ഇത് മുമ്പ് നമുക്ക് നൽകപ്പെട്ടതാണ് എന്ന് അതിനെ അവർ പരസ്പരം സാദൃശ്യമുള്ളതായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ താരതമ്യം ചെയ്യും. എന്നാൽ അത് ആ ആ താരതമ്യം ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ആ പഴവർഗ്ഗങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, ഭക്ഷിക്കുന്ന സമയത്ത് തോന്നും. നമുക്ക് റുമ്മാനും ഐനബും മുന്തിരിയും ആപ്പിളും ഒക്കെ സംഗതികളൊക്കെ ഉണ്ടാവും, രൂപസാദൃശ്യത്തിൽ ഒന്നായിരിക്കും ചിലപ്പോൾ, പക്ഷേ അതിന്റെ സ്വാദ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ആയിരിക്കുമെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാതും കേട്ടിട്ടില്ലാത്ത വിഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. പാലിന്റെയും തേനിന്റെയും ഒക്കെ അരുവികൾ സംവിധാനിച്ചു വച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. നമ്മളിവിടെ നന്നായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ സംഘടനയും കുടുംബ ബന്ധങ്ങളും ഒക്കെ അത് എല്ലാവരും നന്മയിൽ മുന്നേറിയിട്ടുള്ള ആളുകളാണ്. അവിടെയും അതേപോലെ തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും. ആഗ്രഹിച്ചതൊക്കെ ലഭിക്കുന്ന സ്വർഗമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും അവസാനമായിട്ട്, ഏറ്റവും ആദ്യം പറയുന്ന കാര്യമാണ്, എന്നിരുന്നാലും ഏറ്റവും അവസാനമായിട്ട് അള്ളാഹുവിനെ കാണുക എന്നുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള അള്ളാഹിന്റെ വലിയ ഒരു ഭാഗ്യം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു കുട്ടീനെ ഒരാൾ സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എല്ലാ കാര്യങ്ങളും ജോനെ അവന്റെ പഠനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു സ്പോൺസർ. ആ സ്പോൺസറെ കാണാൻ ആ കുട്ടിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. ഇതേവരെ കണ്ടിട്ടില്ല, സംസാരം കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് ആ സ്പോൺസർ ഒന്ന് കാണാൻ, ആ സ്പോൺസറെ സംസാരം ഒന്ന് കേൾക്കാനൊക്കെ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാവും. ഇതേപോലെ ദുനിയാവിന് നമ്മൾ ആഗ്രഹിച്ച് നൽകിയിട്ടുള്ള പടച്ചവൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള പടച്ചവൻ, അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചോദിക്കുകയോ ചെയ്യാഞ്ഞിട്ട് പോലും എനിക്ക് വേണ്ട എല്ലാ വിഭവങ്ങളെയും ഏറ്റവും ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള പടച്ചവൻ, ആ പടച്ചവനെ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ സ്വർഗത്തിലെത്തിയിട്ട് ഈ സ്വർഗത്തെ സംവിധാനിച്ച, ലോകത്തെ സംവിധാനിച്ച, എനിക്ക് ജീവൻ നൽകിയ, എന്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാക്കി തന്ന, എന്നെ ഈ സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആ പടച്ചവനെ കാണുക എന്നുള്ളത് വല്ലാത്തൊരു പ്രത്യേകതയാണ്. ആ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അത്രയും സുന്ദരമായിട്ടുള്ള ദിവസം അത് സ്വർഗത്തിൽ മാത്രമാണ്. ഏറ്റവും ഭാഗം ജന്നാത്തുൽ ഫിർദൗസ്. സ്വർഗത്തിൽ ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്തും അതേപോലെ തന്നെ പ്രവാചകന്മാരും ഒക്കെയുള്ള സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥലമാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ ജന്നാത്തുൽ ഫിർദൗസ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സുഖങ്ങളും അതേപോലെ തന്നെ സൗകര്യങ്ങളിലും ഈ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കഷ്ടപ്പാടിനും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാതെ പ്രവാചകനും സ്വഹാബത്തും ഒക്കെ കഷ്ടപ്പെട്ട പ്രയാസങ്ങളെ ഒക്കെ താരതമ്യം ചെയ്തിട്ടായിരിക്കും നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുന്നത്. കാരണം ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലിങ്ങനെ ഒരു കുടുക്ക് വേണം, മനസ്സിലൊരു സങ്കടം വേണം, കണ്ണുകൾ നനയാൻ പറ്റും, ഹൃദയത്തിലൊരു പടച്ചിലും വറച്ചിലും ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുക. കാരണം അത്രമേൽ കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട ദീനിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത മനുഷ്യന് പോയിട്ടുള്ള ഇടമാണ് ജന്നാത്തുൽ ഫിർദൗസ്. ആ ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പ്രയാസപ്പെടാനും ത്യാഗം ചെയ്യാനും ഒക്കെ പഠിച്ചവനെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, സന്നദ്ധനാണ് എന്ന് അള്ളാഹുവിനെ അറിയിച്ചുകൊണ്ട് ആ ജന്നാത്തുൽ ഫിർദൗസ് എനിക്ക് ചോദിക്കേണ്ടത്. അതാണ് സ്വർഗത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഭവം. സ്വർഗത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളല്ല പറഞ്ഞത്, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അള്ള ഒരുക്കി വെച്ചിട്ടുള്ള ചില
ഖുർആാനികമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു 10-12 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, അവിടെ സമാധാനം എന്നുള്ള ഒരവസ്ഥ, നിർഭയത്വത്തോടു കൂടി സമാധാനത്തോടു കൂടി നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹ് നമ്മളെ സ്വാഗതം ചെയ്യും. 2, വിമർശനങ്ങളോ അനാവശ്യമായിട്ടുള്ള വാക്കോ മോശപ്പെട്ട കാര്യങ്ങളോ ഒന്നും സ്വർഗത്തിലേക്ക് കേൾക്കൂല എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞു, പരസ്പരം ശത്രുതയോ അസൂയയോ ഒന്നും ഇല്ലാത്തൊരു ലോകമാണ് അവിടെ എന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തത് ആദരിക്കപ്പെടും, റെസ്പെക്ട് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞുള്ള ക്ഷീണവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മരണമോ രോഗമോ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വിരസത അനുഭവപ്പെടില്ല, ഒരു ബോറടിയോ മടുപ്പോ ഒന്നും ഇല്ലാത്ത ഒന്നാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. പിന്നെ പറഞ്ഞത് ജോലിയിൽ സന്തോഷം, എന്താണോ ചെയ്യുന്നത് അത്ര മടുപ്പില്ലാതെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. 9-ാമതായിട്ട് പറഞ്ഞത് തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇഷ്ടമുള്ള വിഭവങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണ പാനീയങ്ങളായിട്ട് നമ്മുടെ മുമ്പിലൂടെ നിരന്തരം കടന്നു പോകും. പാലിന്റെയും തേനിന്റെയും മദ്യത്തിന്റെയും ഒക്കെ അരുവികൾ ഉണ്ടെന്ന് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു പറയുന്നു. നിങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ബന്ധങ്ങളെ പരലോകത്ത് കൂട്ടി യോജിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും നൽകപ്പെടും. അത് വലിയൊരു സംഭവം, അത് പറഞ്ഞിട്ടില്ല. ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും നൽകപ്പെടുന്നു. ചിലതൊക്കെ നമ്മൾ ദുനിയാവിൽ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടോ, പണക്കാരനായിട്ട് പാവപ്പെട്ടവനായിട്ട് ജീവിച്ചിട്ടുണ്ടോ, പണക്കാരന്റെ ലെവലിലേക്ക് നമ്മൾ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ വലിയൊരു കാർ, ഒരു ഉദാഹരണം പറയാം, ഹെലികോപ്റ്റർ. ദുനിയാവിൽ ഹെലികോപ്റ്റർ കിട്ടണം ഞാൻ ആഗ്രഹിക്കും, പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹം കൊടുത്തില്ല. കാരണം എന്താ, അതെന്തായാലും കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാത്ത ആളും. ഉദാഹരണം പറയാം, വലിയ വീടോ കൊട്ടാരങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല, കാരണം അത് കഴിയൂലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ പരലോകത്തെത്തിയാൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലാത്തത് പോലും നമുക്ക് നൽകുന്നു. അത്രയും നമ്മൾ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ടുള്ള, മനസ്സിൽ പോലും നമുക്ക് കിട്ടൂല എന്ന് മാറ്റി നിർത്തിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പോലും നമുക്ക് ചോദിക്കാതെ തന്നെ നൽകും എന്ന് കാണാൻ പറ്റും. അള്ളാഹുവിനെ കാണാൻ പറ്റും. ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങളുടെ ആ ഫീലോടുകൂടി സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പോയിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അതാ നമ്മുടെ നാട് വലിയ പ്രയാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസത്തെ നീ മാറ്റിത്തരികയും പഴയ പോലത്തെ അവസ്ഥയിലേക്ക്, സന്തോഷവും സമാധാനവും സുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിത്തരികയും ചെയ്യണം. നാഥാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين آمين برحمتك يا رب الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇതൊരു സത്യവിശ്വാസിയുടെയും ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗവും ആ സ്വർഗത്തിന്റെ മനോഹാരിതയും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്ന താജുൽ മൗലവിക്ക് അദ്ദേഹവുമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അത് നമ്മളിൽ നിന്ന്, എല്ലാവരിൽ നിന്ന് സ്വീകരിക്കാനും നമ്മൾ ഓരോരുത്തരും പരസ്പരം പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് നാളെ കൂടി ഉണ്ടാകും. എല്ലാ ആളുകളും കൃത്യസമയത്ത് തന്നെ ഇതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.